ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സലൻഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ആൽഫബറ്റ്സിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടവർക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജർമ്മനിൽ വരുന്ന കുറച്ച് ബെഗ്രിങ്സ് ആണ് സംസാരിച്ചത്. അതായത് കുറച്ച് ഗ്രീറ്റിങ്സ് കാര്യങ്ങളും വളരെ കോമൺ കുറച്ച് ഫ്രേസസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജർമ്മൻ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, ജർമ്മൻ ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടൊരു പോർഷനാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. ആക്ച്വലി ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ആണ് വരുന്നത്. A to Z വരെ 26 ലെറ്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ജർമ്മനിലും വരുന്നത്. ഈ 26 ലെറ്റേഴ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉംലാവ് ക്യാരക്ടേഴ്സും കൂടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനത്തെ 4 ക്യാരക്ടേഴ്സോട് കൂടിയിട്ട് 30 ലെറ്റേഴ്സ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ ടോട്ടൽ വരുന്നത്. 30 ലെറ്റേഴ്സ് ആണ് ഇൻ ടോട്ടൽ നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഓരോന്ന് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ വിസിബിൾ ആയിരിക്കും. ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് ഓരോന്നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് ആണ് വരുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് സെയിം ആണ്, വേറെ ലിപി സെയിം ആണ്, പക്ഷേ പ്രൊണൗൺസിയേഷനിൽ വരുന്ന ഡിഫറൻസസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് സൈഡിലേക്ക് നിൽക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ആയിട്ടെല്ലാം ഡിസ്പ്ലേ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ ഫസ്റ്റ് ലെറ്റർ. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ് എ. എ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ പ്രൊണൗൺസിയേഷൻ വരുമ്പോഴത്തേന് ആ ആ ആ എന്നാണ് നമ്മൾ പ്രൊണൗൺസിയേഷൻ. അത് മലയാളത്തിലെ ആ എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ ആണ് എ എന്ന ലെറ്ററിന് വരുന്നത്. സെക്കൻഡ് ലെറ്റർ ബി ആണ്. ബിക്ക് ബേ 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 എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. സിയിലേക്ക് വരുമ്പോൾ അതിന് ചേ ചേ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കറക്റ്റായി. ഞാൻ അതിൻ്റെ ഒരു എങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നതിന് ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചേ ചേ എന്നാണ് നമ്മൾ പറയുന്നത്. ഡിയിലേക്ക് വരുമ്പോഴത്തേന് ഡേ ഡേ DEH എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഡി എന്നുള്ള ക്യാരക്ടർ തന്നെയാണ്. ഡേ ഡേ എന്നാണ് വരുന്നത്. ഇക്ക് നമ്മൾ എ എ എ എന്നാണ് പറയുന്നത്. ഇക്ക് എ എന്നാണ് പറയുന്നത്. ഇനി ABCDE കഴിഞ്ഞു. ഇനി എഫിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് എഫ് 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 എന്ന് തന്നെയാണ് പറയുന്നത്. ആക്ച്വലി ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എഫ് തന്നെയാണെങ്കിലും എഫ് എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ മൈന്യൂട്ട് ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ജിയിലേക്ക് വരുമ്പോഴത്തേന് ഗേ 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 എന്നാണ് നമ്മൾ പ്രൊണൗൺസിയേഷനിലേക്ക് വരുന്നത്. എച്ചിലേക്ക് വരുമ്പോഴത്തേന് ഹ ഹ ഹ എന്നാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഐ ആണ്. ഐയിലേക്ക് വരുമ്പോഴത്തേന് ഇ ഇ ഇ എന്നാണ് നമ്മൾ പ്രൊണൗൺസിയേഷനിലേക്ക് വരുന്നത്. ഇപ്പോഴത്തേന് നമ്മൾ യോട്ട് യോട്ട്. നമ്മൾ ജ എന്ന് നമ്മൾ യെസ് എന്നുള്ളതിന് ജ എന്ന് നമ്മൾ ജായ്ക്ക് പകരം യ എന്നാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. അതായത് ജെ വരുന്ന എന്തിനേയും വൈ ആയിട്ടാണ് പ്രൊണൗൺസിയേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യോട്ട് എന്നാണ് നമുക്ക് വരുന്നത്. കെ എന്നിലേക്ക് വരുമ്പോഴത്തേന് കാ 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 എന്നാണ് നമ്മൾ പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഇനി എൽ എന്ന് തന്നെയാണ്. MNO വരെ എല്ലാം സെയിം ആണ്. LMNO സെയിം ആണ്. LMNO. ഇനി പിയിലേക്ക് വരുമ്പോഴത്തേന് പേ പേ പേ. കെയിലേക്ക് വരുമ്പോഴത്തേന് കു കു കു. ആറിലേക്ക് വരുമ്പോഴത്തേന് എർ എർ. അത് ഇച്ചിരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് എർ എർ. എസിലേക്ക്, അതായത് എസിലേക്ക് വരുമ്പോൾ എസ് എന്ന് തന്നെയാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. എസ്. ടിയിലേക്ക് വരുമ്പോഴത്തേന് ടേ ടേ. ഇനി യുയിലേക്ക് വരുമ്പോഴത്തേന് ഉ ഉ എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഈ വിയിലേക്ക് വരുമ്പോഴത്തേന് ഫൗ ഫൗ. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫൗ എന്നാണ് പറയുന്നത്. ഇനി ഡബ്ല്യൂയിലേക്ക് വരുമ്പോഴത്തേന് വേ ഫോർ എക്സാമ്പിൾ BM വേ എന്നാണ് പറയുന്നത്. BMW എന്നാണ് പറയുന്നത്. ഇനി എക്സിലേക്ക് വരുമ്പോഴത്തേന് ഇക്സ്. വൈയിലേക്ക് വരുമ്പോഴത്തേന് യുപ്സിലോൺ എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. സെഡിലേക്ക് വരുമ്പോഴത്തേന് ഛേ.
എന്ന് നമുക്ക് ഇനി വരുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കേണ്ടതാണ്. ഇനിയും വരുന്ന ക്യാരക്ടേഴ്സിന്റെ പേരാണ് ഉംലാവു ക്യാരക്ടേഴ്സ്. അതിനകത്ത് നമുക്ക് മെയിൻലി വരുന്നത് ഉംലാവു, അത് കഴിഞ്ഞൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത് നമുക്ക് സെറ്റ് അസൈഡ് വയ്ക്കാം. ഒ ഉംലാവു, ഉ ഉംലാവു, യു ഉംലാവു ആണ് നമുക്ക് വരുന്ന 4 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നത്. അതിനകത്ത് എ ഉംലാവുവിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് എ എ എന്ന് തന്നെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഒ ഉംലാവു ആണ്. ഒ ഉംലാവിന്റെ പ്രൊണൗൺസിയേഷൻ ഒ. യു ഉംലാവ്, അതായത് യു ഉംലാവിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യു യു എന്ന് തന്നെയാണ്. ഇനിയും വരുന്ന സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾക്ക് മലയാളത്തിൽ ഭ എന്നെഴുതുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സിഗ്മ ലെറ്റർ, നമ്മൾ സിഗ്മ നമ്മൾ മാത്സിൽ പഠിക്കില്ലേ, അപ്പൊ അതിനകത്ത് സിഗ്മ എഴുതുന്ന പോലെ ഒരു ലെറ്റർ ആണ്. ഇതിന് നമ്മൾ പ്രൊണൗൺസിയേഷൻ വരുന്നത് എസ് എസ് എന്ന് തന്നെയാണ്. എസ് എസ് ഉംലാവ് എന്നുള്ളതാണ്. ആ ഒരു സ്നേക്കിന്റെ സൗണ്ട് ഇല്ല, അതുപോലെ എസ് എന്നാണ് വരുന്നത്. നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എസ് എസ് എന്ന് പറഞ്ഞാലും മതി. എസ് ഉംലാവു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന എന്താണ് എല്ലാ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആൽഫബറ്റ്സ് എല്ലാം നിങ്ങൾ വളരെ തറവായിട്ട് പഠിച്ചിരിക്കണം. കാര്യം ഈ ആൽഫബറ്റ്സിന്റെ ബേസിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഓരോ ഫ്രേസസ് ആയിക്കോട്ടെ, ഓരോ പാരഗ്രാഫ്സ് ബിൽഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സ്. കാര്യം അത് വളരെ ബേസിക് ആണത്. ഇതാണ് നമ്മുടെ ജർമ്മൻ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, നിങ്ങൾ ഒന്നിരുന്ന് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു നോട്ടായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇതൊക്കെയായിരുന്നു ജർമ്മനിൽ വരുന്ന ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിന് വ്യത്യാസത്തില്ല, പക്ഷേ നമ്പേഴ്സിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ കണ്ടന്റ്. അണ്ടിൽ ദെൻ ബൈ.